ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഉണ്ണി വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് വീട് ഒരുക്കലിൻ്റെ ഭാഗമായിട്ട് എൻ്റെ റൂമിൽ കിടന്ന ഈ ഒരു ടേബിളിന് ഞാനൊരു മേക്ക് ഓവർ ചെയ്യാൻ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിൽ കുറച്ച് പെയിൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്കിതിൽ വാൾ സ്റ്റിക്കർ ഒട്ടിക്കാനാണ് തോന്നിയത്. അപ്പം ഞാൻ മീഷോന്ന് ഒരു വാൾ സ്റ്റിക്കർ 100 രൂപയ്ക്കായിട്ട് മേടിച്ചു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ അവിടേക്ക് ഒന്ന് തുടച്ച് സെറ്റാക്കി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വാൾപേപ്പർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 100 രൂപയ്ക്ക് വേർത്ത് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അതൊക്കെ ബോക്സൊക്കെ പൊളിച്ച് ഇങ്ങനെ നോക്കി കറക്റ്റായിട്ട് അളവൊക്കെ എടുത്ത് ഞാനിപ്പോൾ ആ 3 തട്ടിലേക്ക് മാത്രമായിട്ടാണ് ഒട്ടിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 3 തട്ടിലേക്കായിട്ട് അളവൊക്കെ എടുത്തു കട്ട് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അതന്നെ മുറിച്ച് എല്ലാത്തിൻ്റെയും അളവൊക്കെ എടുത്ത് നോക്കി സെറ്റാക്കി മുറിച്ചു. അന്ന് ഒട്ടിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ബബിൾസ് ഇല്ലാണ്ട് ഒട്ടിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിതൊക്കെ ഒറ്റയ്ക്ക് ഒട്ടിക്കാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടും അത് വന്നതിൻ്റെ ഒരു ഇതിൽ വേഗം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരാളും കൂടി ഉണ്ടെങ്കിൽ കറക്റ്റ് നല്ല പെർഫെക്ഷനിലൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ആദ്യത്തെ ലെയർ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ലെയർ ഞാനവിടെ രണ്ടാമത്തെ തട്ടിൽ ഇതുപോലെ ഒട്ടിക്കുകയാണ്. അപ്പോൾ എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ വേഗം തന്നെ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് അമർത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് 3 തട്ടിലും ഇതേപോലെ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യണത്. അവിടെ തന്നെ ഇരുന്ന് ഞാൻ മെല്ലെ ഓരോന്നൊക്കെ ചെയ്തു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തു തുടങ്ങി ഇങ്ങനെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം. എന്നാലും എനിക്കിങ്ങനെ കുറേ കാലത്തിന് ശേഷം എന്തെങ്കിലുമൊക്കെ അൽക്കുലത്ത് പണികൾ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റിൽ ഞാൻ ആ ഒരു ഇൻട്രസ്റ്റിൽ ഇത് കിട്ടിയ പാടെ തന്നെ വേഗം ചെയ്യാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ 3ാമത്തെ തട്ടിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെ തന്നെ 3 തട്ടിലേക്കും ഇങ്ങനെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. നമുക്കിങ്ങനെ സ്റ്റിക്കർ വലിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല പശയായിരുന്നു. അങ്ങനെ ഇത്രയും ചെയ്തിട്ടും ഇത്രയും ബാലൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 100 രൂപയ്ക്ക് ഇത് വളരെ ലാഭമായിരുന്നു മീഷോന്ന്. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നത്. ഞാൻ പിന്നെ ആ പിടിയുമൊന്നും ഒട്ടിക്കാൻ പോയില്ല. ഇങ്ങനെ 3 ഇതിലേക്ക് മാത്രമായിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി മേക്ക് ഓവർ എൻ്റെ ടേബിളിൽ നടത്തി. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.